അത് വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അത് വെറുതെ ഇട്ട് നോക്കി, അതാ മനസ്സിലാവും കറക്റ്റ് എങ്ങനെ കളർ കിട്ടുകയാണ്. ഇങ്ങോട്ട് നോക്കിയടാ, മാസിറ്റടാ. വിചാരിച്ച പോലെ നല്ല അല്ല ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. യെസ്, പറഞ്ഞോ, നീ തന്നെ പറഞ്ഞോ. നമ്മുടെ വർക്കൗട്ടിൽ ആ ബ്രേക്ക് ആയിട്ട് അത്യാവശ്യം കാലങ്ങളായെന്ന് അറിയാമല്ലോ. ഇവിടെ വന്നിട്ട് ജസ്റ്റ് പ്ലെയിൻ കുറച്ച് വർക്കൗട്ടിൽ വെറുതെ ചെയ്യുന്നേ ഉള്ളൂ. സോ ടുഡേ വി വിൽ ബി ഡൂയിങ് സം ചെസ്റ്റ് സെഷൻസ് വിത്ത് വിഷ്ണു. ഐ ആം ഫോർ കൊണേഡി. അതെ, അങ്ങനെ അതെ നെബു തൂറാമോയ. അതെ, നെബു വന്നില്ല അല്ലേ? ഞാൻ മെഷീനാണ് താല്പര്യമില്ലെന്നോ, ഹരിക്ക് താല്പര്യമില്ലെന്നോ, ബെഞ്ചോറസ് അടിക്കാന്നോ? നോക്കാം. പമ്പേക്കും കക്കൂസിനാണോ പോകുന്നത്? പമ്പായോ നീ? നിന്റെ ഇത്രയും വലിയ ഷോൾഡർ, വലിയ കുണ്ടി. അയ്യോ, ഒരു സെക്കൻഡ്, ഞാനോട് പറഞ്ഞാൽ കിട്ടും. അതെ, ഞങ്ങളോട് അവരാതെ പറഞ്ഞോണ്ടിരിക്കുന്നു. അതാ അവരാതി. എടാ, നിങ്ങളും സെയിം അല്ലേ ചെയ്യുന്നേ? ചെസ്റ്റ് ഷോൾഡറും അല്ലേ? അതെ അതെ, ഏതാദ്യം ചെയ്യുന്നത്? ഡമ്പലാണോ? എന്നാ വാ. ഇങ്ങനെയാ പലരും. എന്നെ നോക്കണ്ട. നമുക്ക് പാമ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മൊബിലിറ്റി എക്സസൈസ് ആയിരുന്നു ഇല്ലാഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇഞ്ചുറി ആയി കിടക്കുന്നത്. കളിക്കണുണ്ട്. നീ അനുസരിച്ച് ഞാനാണ്. നമുക്ക് പൊട്ടേ ആ ഇതൊക്കെ ചെയ്യലോ തരും. നീ അത്രയൊക്കെ ചെറുത് പോരാടാ, നിനക്ക് മതിയാ? ചെറുത് ചെയ്യടാ. റിക്കവർ ആയവൻ സ്ട്രോങ് ആയി തിരിച്ചു വരട്ടെ. ഞാൻ വീഡിയോ മാത്രം അടിക്കണുള്ളൂ. ഇഞ്ചുറിയോ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തൊക്കെയാണ്. എന്നെ വിളിച്ചു വരുത്തി നീ അവമാനിച്ചല്ലടാ.
നാളെ അല്ലേ നമ്മുടെ പിള്ളേരുടെ കോമ്പറ്റീഷൻ? നീ മൈക്ക് ഓൺ ആക്കിയോ? ഓണാക്കി പറഞ്ഞോ. നാളത്തെ കോമ്പറ്റീഷൻ എനിക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല. അത് കോമ്പറ്റീഷൻ ക്ലാസ് ഞാൻ വായിച്ചില്ല. ചിലപ്പോൾ ക്ലാസിക് ഫിസിക്കും ബോഡി ബിൽഡിംഗ് തന്നെ ചെയ്യും. ഓക്കെ, എനിക്കറിയത്തില്ല പാറ്റേൺ എങ്ങനെയാണ് പോകുന്നതെന്നോ ആരെപ്പോഴും ഇറങ്ങുന്നതെന്നോ അങ്ങനത്തെ ഒരു ഐഡിയ എനിക്കില്ല. ഇന്ന് നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ട് ചെസ്റ്റ് ആൻഡ് ഷോൾഡേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നു. നാളെ മോസ്റ്റ് ഓഫ് ദ വ്ലോഗ്സ് വിൽ ബി ബേസ്ഡ് ഓൺ ദ കോമ്പറ്റീഷൻ. പിന്നെ എന്നെ വിളിച്ചോളൂ. എന്നെ ഒന്ന് തന്നെയാണ് ഇവിടെ നിന്ന് കട്ടി അടിക്കട്ടെ. വർക്കൗട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഓൾറെഡി 3 പേരുണ്ട്. ഇംഗ്ലൈൻ ഡംബൽ പ്രസ് ആയിരുന്നു. ഇംഗ്ലൈൻ ഡംബൽ പ്രസ്സും അതിനോട് ഫ്ലൈയും ചെയ്യുന്നുണ്ട്. സോ ഫോർ ദ മൊമെൻറ്റ് ഐ ഡിഡ് എ ഫ്ലാറ്റ് ഡംബൽ പ്രസ്സും അതിൻ്റെ കൂട്ടത്തിൽ ഡിപ്സ്. അങ്ങനെയല്ല, തെറ്റിപ്പോയി. സ്കൂപ്പിൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ജസ്റ്റ് തന്നെ ആക്കിയിട്ടാകാൻ, എസ്പെഷ്യലി വെൻ യു ഹാവ് ഇങ്ങനെ. ഉണക്കെടുത്ത നീ ചെറുതായി പോകും, ഭയങ്കര ചെറുതായി പോകും. പോട്ടെ 5 കിട്ടിയോ? എടാ ഭീകര. എന്തിനാ അങ്ങനെ ചെയ്ത് ഇവിടെ കിട വലിച്ചെടുത്തത്? ഇരിക്കട്ടെ. ഇരിക്കട്ടെ. കഴിഞ്ഞാ? ഗുഡ് ബോയ്. ഓണാ ഹരി മച്ച മരണമാസല്ലേ? പാക്കിങ് കിട്ടുമോ ഇവിടെ?
നമുക്ക് ഡയറ്റ് ഒന്നും പ്രോപ്പർ ഒന്നുമല്ല. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ മാക്സിമം എനർജി കൺസേർവ് ചെയ്തുകൊണ്ട് തന്നെ ബട്ട് വി വിൽ പുഷ് ടു ദ മാക്സിമം. ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റിന് ചെയ്ത മിക്ക സെറ്റും തന്നെ 2 or 3 സെറ്റ്സ് മാക്സ് ആണ്. ഞാൻ 2 സെറ്റ്സ് ചെയ്ത് അവർ 3 സെറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ 2 സെറ്റ്സിൽ മാക്സിമം ഹെവി ആൻഡ് പുഷ് ടു ഫെയിലിയർ ഇൻ 8 to 12 reps. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇനിയുള്ളത് നമുക്ക് ഷോൾഡറിന് വേണ്ടി 1-2 വർക്കൗട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ജസ്റ്റ് സൈഡും ഫ്രണ്ട് തൽക്കാലം ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം ഫ്രണ്ട് തൽക്കാലം ഇൻഡയറക്ട്ലി ആണെങ്കിൽ പോലും നേരത്തെ പ്രസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കണം. പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ ഷെഡ്യൂൾ ചെയ്യുള്ളൂ. ആസ് ഓഫ് നൗ വി വിൽ ബി ഡൂയിങ് ലാറ്ററൽ റൈസസ് 2 സെറ്റ്സ്. ആ 2 സെറ്റ്സിൽ ഈഗോ ലിഫ്റ്റിംഗ് പോലെ നമ്മൾ 2 സെറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യും. കാരണം അത് വെച്ച് നമുക്ക് കിട്ടിയ പ്രഷറിനെ ബേസ് ചെയ്ത് ഫോർ എക്സാമ്പിൾ 8 to 12 reps എന്ന് പറയാം. 8 to 12 reps നമ്മൾ ഫെയിൽ ആകുന്ന രീതി വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അതിൻ്റെ ഒരു ഹാഫോ മോർ ദാൻ ഹാഫ് വെയിറ്റ് എടുത്തിട്ട് ഒരു 15 to 20 reps നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കും. അത് ഫെയിൽ ആയെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും അങ്ങനെ 15 to 20 അച്ചീവ് ചെയ്യാൻ നോക്കും. അതായിരിക്കും ലാറ്ററലൈസിന് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫൈനലി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പം റിയൽസിന് വേണ്ടി ഒരു വർക്കൗട്ടും കൂടെ. സോ ദാറ്റ് വിൽ ബി അവർ സെഷൻ ഡൺ. സോ ഒരു വലിയ വെയിറ്റ് എടുക്കാം. അവിടെ ചാണ്ട നിലവായിൻ്റെ അടുത്ത് ഫോൺ എടുത്താൽ മതി. ട്വൻറ്റിക്ക് ഇപ്പം എന്തായാലും നമുക്ക് ജോലി ഒരു സ്ഥിരം വരുമാനമില്ലല്ലോ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പെൻസാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഇങ്ങനെ വരുന്ന ചിലവ്